പരിസര ശുചിത്വം ഉറപ്പാക്കുന്നതിൽ തോറ്റ ജനതയാണ് കേരളീയരെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. വൃത്തിയുടെയും വെടിപ്പിന്റെയും കാര്യത്തിൽ വ്യക്തിഗതമായി കേമന്മാരെന്ന് നടിക്കാമെങ്കിലും സമൂഹമെന്ന നിലയിൽ പരാജിതരാണ് നമ്മളെന്നും അദ്ദേഹം പറഞ്ഞു. ഫോട്ടോഗ്രാഫർ ജെയിംസ് ആർപ്പൂക്കര, ചെറുമകളും വിദ്യാർത്ഥിനിയുമായ ആല്യ അജു എന്നിവർ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂസിലാൻഡ് വെള്ളമേഘങ്ങളുടെ നാട് എന്ന ജെയിംസ് ആർപ്പൂക്കരയുടെ യാത്രാവിവരണത്തിൽ ആ രാജ്യത്തെ ജനത പരിസര ശുചിത്വം ഉറപ്പാക്കുന്നതിൽ പുലർത്തുന്ന ജാഗ്രത വിവരിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചും ജോലി ചെയ്തും അനുഭവമുള്ളവരാണ് മലയാളികൾ. എങ്കിലും അത്തരം മാതൃക ഇവിടെ പുലർത്തുവാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു. അത് സ്വന്തമാക്കാനും ഉള്ള ഒരു അവസരം കൂടിയുണ്ട്. അതെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഞാനതിലൊരൊറ്റ അധ്യായത്തെക്കുറിച്ച് മാത്രം, ഒരു കൊച്ചധ്യായമുണ്ട്, അതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത് ന്യൂസിലൻഡിൻ്റെ മുഖമുദ്ര എന്ന ശീർഷകത്തിലുള്ള ഒരധ്യായമാണ്. എന്താണ് ന്യൂസിലൻഡിൻ്റെ മുഖമുദ്ര? ഈ പുസ്തകത്തിൽ നിന്ന് മറ്റൊന്നും നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിലും ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശം അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യൂസിലൻഡിൻ്റെ മുഖമുദ്ര വൃത്തിയാണ്, ശുചിത്വമാണ്. ഒരു ജനത എന്ന നിലയിൽ അങ്ങേയറ്റം വൃത്തിഹീനരായ നമ്മൾ, കുറച്ച് പ്രകോപനമൊക്കെ വരുമെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ തന്നെ പറയും, അങ്ങേയറ്റം വൃത്തിഹീനരായിട്ടുള്ള നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം അതാണ്. ഞാൻ ഉപയോഗിച്ച വാചകം ഒരു ജനത എന്ന നിലയിലെന്നാണ്. വ്യക്തികൾ എന്ന നിലയിൽ വളരെ വൃത്തിയുള്ളവരാണ്. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും നല്ല വെടിപ്പായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ നല്ല വെടിപ്പായി നടക്കാൻ ശ്രദ്ധിക്കും, നല്ല വൃത്തി അക്കാര്യത്തിൽ പുലർത്തും, പക്ഷേ നാട് മുഴുവൻ വൃത്തികേടാക്കും. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സഞ്ചരിക്കുമ്പോൾ റോഡിലേക്ക് നോക്കിയാൽ അരോചകവും ഹൃദയഭേദകവുമായ കാഴ്ചയാണ്. വഴി നീളെ കാണുന്നത് എന്താണ്? വലിച്ചെറിഞ്ഞ വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും പിന്നെ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറിക്കാരുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇതെല്ലാമാണ് ഉടനീളം കാണുന്നത്. ആർപ്പൂക്കരയുടെ പുസ്തകത്തിൽ ഈ വലിച്ചെറിയൽ സ്വഭാവത്തെക്കുറിച്ച്, മലയാളിയുടെ വലിച്ചെറിയൽ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ന്യൂസിലൻഡിൽ ഒരാളും അങ്ങനെ ചെയ്യില്ല എന്ന കാര്യം പറയുന്നുണ്ട്. ഒരാളും അങ്ങനെ ചെയ്യില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതൊരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്, നമ്മളെക്കാൾ ഉന്നതമായ ഒരു സംസ്കാരം. ആ അർത്ഥത്തിൽ വളരെ സംസ്കാര ശൂന്യരാണ് നമ്മൾ. കാരണം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ കണ്ടടത്ത് വലിച്ചെറിയലാണ്. കണ്ടടത്ത് വലിച്ചെറിയുക എന്നതാണ് ശീലം. അത് ഏത് സാധനമാവട്ടെ, അതിൽ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ കാശുള്ളവനെന്നോ ഇല്ലാത്തവനെന്നുള്ള ഒരു വ്യത്യാസവുമില്ല. ഒരു ജനത എന്ന നിലയിൽ വൃത്തിയുടെ കാര്യത്തിൽ വൃത്തിഹീനരും സംസ്കാരശൂന്യരുമാണ് എന്ന് നാം തിരിച്ചറിയണം. കുറ്റപ്പെടുത്തലായിട്ടല്ല, സ്വയം വിമർശനം നമ്മളെല്ലാവരും നടത്തേണ്ടതാണ്. നിലവിൽ പരിസര ശുചിത്വത്തിൽ കേരളം കുറച്ചെങ്കിലും മുന്നോട്ട് പോയിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങൾ ചുമത്തുന്ന പിഴശിക്ഷ ഭയന്നുകൊണ്ട് മാത്രമാണ്. ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടതോടെ അത്തരം നടപടികൾ കുറഞ്ഞു. മാലിന്യം വീണ്ടും പാതയോരങ്ങളിൽ കുന്നുകൂടിയിരിക്കുകയാണ്. പരിസര ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം ശിക്ഷ കൊണ്ട് മാത്രമേ നടപ്പിൽ വരുത്താനാകൂ എന്നത് നല്ല കാര്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച ന്യൂസിലാൻഡ് വെള്ളമേഘങ്ങളുടെ നാട് എന്ന ജെയിംസ് ആർപ്പൂക്കരയുടെ പുസ്തകം മന്ത്രി എം.ബി. രാജേഷ് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ.വി. തോമസിന് നൽകി പ്രകാശനം ചെയ്തു. പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് മേയർ എം. അനിൽകുമാർ കെ. ബാബു എം.എൽ.എക്ക് നൽകി പ്രകാശനം ചെയ്തു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് കൂടിയായ ആൻലീന അജുവിൻ്റെ റിവർ എന്ന പുസ്തകം കെ.ജെ. ഷൈൻ ടീച്ചറിൽ നിന്നും ഡോക്ടർ ചിന്ത ജെറോം ഏറ്റുവാങ്ങി. ഉക്യോട്ടോ ബുക്സാണ് പ്രസാധകർ. മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ, നഗരസഭാ കൗൺസിലർ സുനിത ഡിക്സൺ, GCDA മുൻ ചെയർമാൻ N. വേണുഗോപാൽ, സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ, വൈറ്റില സെന്റ് ഡാമിയൽ ചർച്ച് പ്രോവികാരി ഫാദർ സജി കണ്ണാപ്പറമ്പിൽ, ആൻലീന അജു, ജെയിംസ് ആർപ്പൂക്കര എന്നിവർ പ്രസംഗിച്ചു.